Hi all, welcome to the world of statistics. Today we are discussing the fourth part of previous year question paper and its solutions. So already നമ്മൾ കുറച്ച് questions work out ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ബാക്കിയായിട്ടുള്ള കുറച്ച് questions ആണ് നമ്മൾ work out ചെയ്യുന്നത്. Okay, ആ series അതായത് 2021 question paperന്റെ balance questions ആണ്. So moving on to the first question. If x and y are two binomial random variables with parameters np and ns respectively, if p less than s, which of the following relation is true for x and y? 4 options തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് question ഒന്ന് വായിച്ചിട്ട് എന്തൊക്കെയാ തന്നിട്ടുള്ളത് നോക്കാം. X and y are two binomial random variables with parameters np and ns. That is, x follows binomial n, p. അതായത് parameters number of trials n success in the probability p. And also y follows the same binomial distribution with the number of trials is also same n and probability of success s. And also they are given an additional condition that p less than s. ഈ p less than s എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റുവേഷൻ എന്താ? y യുടെ സക്സസിന്റെ പ്രോബബിലിറ്റി ആണ് വലുത് അല്ലെ? y യുടെ സക്സസിന്റെ പ്രോബബിലിറ്റി ആണ് വലുത്. x ന്റെ സക്സസിന്റെ പ്രോബബിലിറ്റിയെക്കാളും y യുടെ സക്സസിന്റെ പ്രോബബിലിറ്റി ആണ് വലുത്. Okay, എന്ന് വെച്ചാൽ y has higher success probability than x means y tends to take larger values. y ആണ് കൂടുതലും larger valuesലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. x ആണ് കൂടുതലും smaller valuesലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അതായത് നമുക്ക് ഈ തന്നിരിക്കുന്ന x ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് പ്രോബബിലിറ്റിക്ക് അകത്ത്, അതുപോലെ y ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ y എന്നൊക്കെ പറയുന്നത് ക്യുമുലേറ്റീവ് പ്രോബബിലിറ്റി ആണ്. x ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്മോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ എക്സ് എന്ന് പറയുന്ന ഒരു വാല്യൂവിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ അതിനോട് ഈക്വലോ ആയിട്ടുള്ള ഇത്രയും എക്സുകൾ ഉണ്ട്. അതുപോലെ സ്മോൾ y എന്ന് പറയുന്ന ഒരു നമ്പറിനേക്കാളും ചെറുതോ അല്ലെങ്കിൽ അതിനോട് ഈക്വലോ ആയിട്ടുള്ള ഇത്രയും വൈകൾ ഉണ്ട്. അതിന്റെ പ്രോബബിലിറ്റി എന്നാ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ എക്സ് ഇസ് മോർ കോൺസെൻട്രേറ്റഡ് ടുവേർഡ്സ് സ്മോളർ വാല്യൂസ്. എക്സ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന സ്മോളർ വാല്യൂസിനോടാണ്. Okay, so the answer is option B. Okay, അല്ലേ? Second question, it's very simple actually. Which of the following statement is true for a Poisson random variable x with parameter a? അപ്പോൾ x എന്ന് പറയുന്നത് ഫോളോസ് ഒരു പോയ്സോൺ റാൻഡം വേരിയബിൾ ആണ്. അതിന്റെ പാരാമീറ്റർ a ആണ്. സാധാരണ നമ്മൾ ലാംഡ എന്നൊക്കെയാണ് പറയാ. അപ്പൊ ഇവിടെ a ആണ്. ഇതിൽ ഏത് റിലേഷൻ ആണ് ഹോൾഡ് ചെയ്യുന്നത്? x പോയ്സോൺ a ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് x എന്താ? a തന്നെ ആയിരിക്കും. ആൻഡ് ഓൾസോ വേരിയൻസ് ഓഫ് x എന്താ? a തന്നെ ആയിരിക്കും. അത് അങ്ങനെയല്ലേ? x ഫോളോ ചെയ്യുന്ന പോയ്സോൺ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് പാരാമീറ്റർ ലാംഡ ആണെങ്കിൽ മീനും വേരിയൻസും ഈക്വൽ ആണ്. അത് ആ ലാംഡ തന്നെയാണ്. അത് നമ്മൾ ഒരുപാട് പഠിച്ചിട്ടുണ്ട്, പ്രോപ്പർട്ടീസ് ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്താ? വേരിയൻസ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ സ്ക്വയർ ഓഫ് എക്സ്. ദാറ്റ് ഇസ് എ ഇസ് ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സിന്റെ സ്ക്വയർ. അത് എ തന്നെയാണ്. അപ്പൊ എ സ്ക്വയർ. ദാറ്റ് ഇസ് expectation of x square equal to a plus a square. That's equal to a into a plus 1. ശരിയല്ലേ? ശരിയല്ലേ? a into a plus 1. ഇനി ഇതിൽ ഏതാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത് നോക്കിയേ. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1 ആണെന്ന്. അത് തെറ്റല്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എ, അത് ഈക്വൽ ടു എ ഇൻറ്റു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 1. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ പ്ലസ് എ സ്ക്വയർ പ്ലസ് 1. അപ്പൊ അത് തെറ്റല്ലേ? അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ തെറ്റാണ്.
ഇനി സെക്കൻഡ് ഓപ്ഷൻ നോക്കിയേ, a into expectation of x plus 1 equal to a into x square. അത് ശരിയാവോ? a into expectation of x plus 1 that's equal to a into expectation of x plus 1, a plus 1. Expectation of x square എന്താ? അപ്പോ a into a plus 1 എന്താ? Expectation of x square. അപ്പൊ രണ്ടാമത്തെ ഓപ്ഷനും തെറ്റല്ലേ? a into expectation of x plus 1 ചെയ്താൽ expectation of x square കിട്ടാം. പക്ഷെ a into expectation of x square കിട്ടില്ലല്ലോ. അന്നേരം എന്താവും? a square into a plus 1 എന്ന് വരും. നമുക്ക് അങ്ങനെയില്ല. ഓക്കെ, കാരണം a into expectation of x plus 1 എന്ന് പറഞ്ഞാൽ a into expectation of x plus expectation of 1 that is 1. അപ്പൊ a into a plus 1 എന്നേ വരുള്ളൂ. പക്ഷെ ഇവിടെ നമ്മൾ ഒരു a യുടെ കൊടുത്താൽ സ്ക്വയർ വരും. അപ്പൊ അതെന്തായാലും വരില്ല. പിന്നെ ഓപ്ഷൻ സി എന്തായാലും വരില്ല. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി, none of them. So the answer is none of them. Third question, for n greater than 4 and n less than 30, the t distribution is n greater than 4 and n less than 30 എന്ന് പറയുമ്പോൾ n greater than 4 എന്നൊക്കെ പറയുമ്പോൾ t distribution actually t distribution എന്നല്ല, ഏത് ഡിസ്ട്രിബ്യൂഷനിലാണെങ്കിലും n greater than ഒരു 25 ഒരു അല്ലെങ്കിൽ n greater than ഒരു 30 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എങ്ങോട്ട് കൺവേർട്ട് ചെയ്യും? നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് കൺവേർട്ട് ചെയ്യും. അപ്പൊ നമുക്ക് മീസോകേർട്ടിക് ആണെന്ന് പറയാം. ഇതിപ്പോ n greater than 4 ഉണ്ട്, പക്ഷെ n less than 30 ആ. അപ്പൊ ലാർജ് കേസ് അല്ല, ഇറ്റ്സ് നോട്ട് എ ലാർജ് കേസ്. തെറ്റി പോകരുത് കേട്ടോ. അത് ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് നോക്കാണ്ട് മീസോകേർട്ടിക് എന്ന് പറയാറുണ്ട്. കാരണം n ലെസ് ദാൻ ആണെങ്കിൽ നമുക്ക് ഒരിക്കലും ലാർജ് കേസ് എന്ന് പറയാൻ പറ്റില്ല. ഇതിപ്പോ n ലെസ് ദാൻ 30 ആണ്, അപ്പോഴും സ്മോൾ കേസ് തന്നെയാണ്. അപ്പൊ ടി ഡിസ്ട്രിബ്യൂഷൻ സാധാരണ എന്ത് തന്നെയാണ്? ലെപ്റ്റോകേർട്ടിക് തന്നെയാണ്. ഇനി അതല്ല, ഇവിടെ n ഗ്രേറ്റർ ദാൻ 30 ആണെങ്കിൽ അത് ഒബ്വിയസ്ലി എന്തായേനെ? നോർമൽ ഡിസ്ട്രിബ്യൂഷനിലോട്ട് ടെൻഡ് ചെയ്തേനെ. സോ ഇറ്റ്സ് മീസോകേർട്ടിക് ആയേനെ. സോ ഹിയർ ദ ആൻസർ ഇസ് ലെപ്റ്റോകേർട്ടിക്. ഇവിടെ ലെപ്റ്റോകേർട്ടിക് ആണ് വരിക. ഓക്കെ, then the next question, for a normal curve the quartile deviation, mean deviation and standard deviation are in the ratio. ഇത് മൂന്നും എന്ത് റേഷ്യോയിലാണ് വരാം? ഇത് ഓൾറെഡി നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്ററിന്റെ സമയത്ത് നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ എന്താ പ്രോപ്പർട്ടീസ് കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റിൽ അത് നമുക്ക് കോട്ട് ചെയ്തേക്കാം. ഞാൻ ആ വീഡിയോ കോട്ട് ചെയ്തേക്കാം, ഐ മീൻ ആ പ്ലേലിസ്റ്റ് കോട്ട് ചെയ്തേക്കാം. അപ്പൊ അവിടെ നമ്മൾ നോർമൽ ഡിസ്ട്രിബ്യൂഷന്റെ കുറേ അധികം പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പറയുന്നുണ്ട് ക്വാർട്ടൈൽ ഡീവിയേഷനും മീൻ ഡീവിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ആർ ഇൻ ദ റേഷ്യോ 10:12:15 ആണ്. 10:12:15 ആണ്. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ ബി. അപ്പൊ ഇത് പ്രോപ്പർട്ടികൾ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഇതൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് മോസ്റ്റ്ലി ചോദിച്ച് കണ്ടുവരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. Fifth question, if the variance of an estimator attains the Cramer-Rao lower bound, the estimator is. ഈ Cramer-Rao lower boundും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് ഇൻവെസ്റ്റിഗേറ്ററിന്റെ സമയത്ത് അല്ലെ? എസ്റ്റിമേഷന്റെ അത് നമ്മുടെ പ്ലേലിസ്റ്റ് നോക്കിയാൽ മതി. പ്ലേലിസ്റ്റിൽ CR ലോവർ ബൗണ്ട് എന്ന് തന്നെ നമ്മൾ കവർ പിക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ പറയുന്നുണ്ട് എന്തായിരുന്നു CR ലോവർ ബൗണ്ട്? Variance of t greater than or equal to g dash of theta the whole divided by ix of theta g dash of theta യുടെ square. Okay, ഇതായിരുന്നില്ലേ നമ്മുടെ Cramer-Rao lower bound? ഓക്കെ, അപ്പൊ ഇതാണ് Cramer-Rao lower bound എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഒരു പാരാമീറ്ററിന്റെ എസ്റ്റിമേറ്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക് ഏതാണോ
ആ സ്റ്റാറ്റിസ്റ്റിക്കിന് ഒരു ലോവർ ബൗണ്ട് പ്രപ്പോസ് ചെയ്യാന്നുള്ളതാണ് ക്രാമർ-റാവു ലോവർ ബൗണ്ടിന്റെ വേരിയൻസിന് ഒരു ലോവർ ബൗണ്ട് പ്രപ്പോസ് ചെയ്യാന്നുള്ളതാണ് ക്രാമർ-റാവു ലോവർ ബൗണ്ടിന്റെ മോട്ടോ എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അവിടെ പറയുന്നുണ്ട് അങ്ങനെ ഒരു സ്റ്റാറ്റിസ്റ്റിക് ക്രാമർ-റാവു ലോവർ ബൗണ്ട് അറ്റൈൻ ചെയ്താൽ, അതായത് ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിട്ട് കിട്ടിയാൽ അത് യൂണിഫോംലി മിനിമം വേരിയൻസ് ബൗണ്ടഡ് അൺബയസ്ഡ് ബൗണ്ടഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാമെന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലെ. യൂണിഫോംലി മിനിമം വേരിയൻസ് ബൗണ്ടഡ് എസ്റ്റിമേറ്റേഴ്സ് ആണെന്ന് പറയാം. അപ്പൊ ഈ മിനിമം വേരിയൻസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? വേരിയൻസ് കുറവാണ് എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? അത് കൂടുതൽ എഫിഷ്യന്റ് ആണ്. സോ ഏതൊരു സ്റ്റാറ്റിസ്റ്റിക് ആണോ CR ലോവർ ബൗണ്ട് അറ്റൈൻ ചെയ്യുന്നത്, അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡും ഈക്വൽ ആവാന്നുള്ളൊരു മീനിങ് ആണ്. ലെഫ്റ്റ് സൈഡ് ഈക്വൽ ടു റൈറ്റ് സൈഡ്. അങ്ങനെ രണ്ട് സൈഡും ഈക്വൽ ആയിട്ട് വരുന്നതിനെയാണ് നമ്മൾ ആക്ച്വലി അറ്റൈൻ ചെയ്യാന്ന് പറയുന്നത്. ശരിക്കും ക്രാമർ-റാവു ലോവർ ബൗണ്ട് എന്ന് പറയുന്നത് വേരിയൻസ് ഓഫ് ടി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു G' ഓഫ് തീറ്റ ദ ഹോൾ സ്ക്വയർ ബൈ IX ഓഫ് തീറ്റ ആണ്. അറ്റൈൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഈക്വൽ ആവാന്നുള്ളൊരു മീനിങ് ആണ്. അങ്ങനെ ഈക്വൽ ആയി കഴിഞ്ഞാൽ അത് ബൗണ്ടഡ് എസ്റ്റിമേറ്റർ ആണ്, മിനിമം വേരിയൻസ് ബൗണ്ടഡ് എസ്റ്റിമേറ്റർ ആണെന്ന് പറയാം. ഓക്കെ, ആ മിനിമം വേരിയൻസ് എന്ന് വെച്ചാൽ എന്താ? മോസ്റ്റ് എഫിഷ്യന്റ്, കൂടുതൽ എഫിഷ്യന്റ് ആയിരിക്കും ബിക്കോസ് ഇറ്റ്സ് വേരിയൻസ് ഇസ് വെരി ലോ. ഓക്കെ, സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ എ, മോസ്റ്റ് എഫിഷ്യന്റ്. So now the last question. For a random sample x1, x2, etc. xn from uniform theta to theta, the unbiased estimator of theta is. Actually ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് എളുപ്പവഴിയിൽ എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇവിടെ ഓപ്ഷൻ എയും ബിയും സിയും ഡിയും ഒക്കെ കണ്ടോ? എല്ലാത്തിലും ഞാൻ ഇവിടെ നമുക്കറിയാം ഈ മിനിമം ഓഫ് xi എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? മിനിമം ഓഫ് x1, x2, etc. xn. അതല്ലേ നമ്മുടെ x1 ഫസ്റ്റ് ഓർഡർ സ്റ്റാറ്റിസ്റ്റിക്, മിനിമം ഓഫ് x1. അതുപോലെ മാക്സിമം ഓഫ് xi, ദാറ്റ് ഇസ് മാക്സിമം ഓഫ് x1, x2, etc. xn. അതിനെ നമുക്ക് xn എന്ന് വിളിച്ചൂടെ? അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. മിനിമം ഓഫ് x1, x2, etc. xn നെ x1 എന്നും മാക്സിമം ഓഫ് x1, x2, etc. xn നെ xn എന്നും വിളിക്കാമെന്ന്. അങ്ങനെയാണല്ലോ നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മിനിമം മാക്സിമം എപ്പോഴും എഴുതുന്നതിലും ഭേദം x1, xn എന്ന് പറയുന്നതാണ്. അപ്പൊ അത് അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇതിൽ ഏതാണ് അൺബയസ്ഡ് എസ്റ്റിമേറ്റർ? ഒരു സ്റ്റാറ്റിസ്റ്റിക് ടി എടുത്താൽ അത് അൺബയസ്ഡ് ആവണമെങ്കിൽ കണ്ടീഷൻ എന്തായിരുന്നു? എക്സ്പെക്ടേഷൻ ഓഫ് ആ സ്റ്റാറ്റിസ്റ്റിക് എടുത്താൽ തീറ്റ കിട്ടണം. അതായത് ഫസ്റ്റ് കേസിൽ എക്സ്പെക്ടേഷൻ ഓഫ് x1 എടുത്താൽ തീറ്റ കിട്ടണം. സെക്കൻഡ് കേസിൽ എക്സ്പെക്ടേഷൻ ഓഫ് xn എടുത്താൽ തീറ്റ കിട്ടണം. തേർഡ് കേസിൽ എക്സ്പെക്ടേഷൻ ഓഫ് 1/3 ഇൻറ്റു x1 പ്ലസ് xn എടുത്താൽ തീറ്റ കിട്ടണം. ഇവിടെയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് 1/2 ഇൻറ്റു x1 പ്ലസ് xn എടുത്താൽ തീറ്റ കിട്ടണം. ശരിയല്ലേ? പക്ഷെ അപ്പൊ നമ്മൾ എന്തറിയണം? എക്സ്പെക്ടേഷൻ ഓഫ് x1 എന്താണ്, എക്സ്പെക്ടേഷൻ ഓഫ് xn എന്താണ്? ഇത് രണ്ടും ഭംഗിയായിട്ട് അറിഞ്ഞാലേ ഇതിന് പ്രോബ്ലം നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം ഇപ്പൊ നമ്മൾ ഒന്നാമത്തത് വെരിഫൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് x1 എടുത്താൽ എന്ത് വരും എന്ന് അറിയണം. അത് തീറ്റ ആണെങ്കിലേ നമുക്ക് അത് അൺബയസ്ഡ് ആണെന്ന് പറയാൻ പറ്റും. പക്ഷെ നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് x1 അറിയില്ലല്ലോ. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, നമ്മുടെ x ഫോളോ ചെയ്യുന്നത് യൂണിഫോം 0,1 ആണെങ്കിൽ, നമ്മുടെ x ഫോളോ ചെയ്യുന്നത് യൂണിഫോം 0,1 ആണെങ്കിൽ, സ്റ്റാൻഡേർഡ് കേസ് ആണെങ്കിൽ എക്സ്പെക്ടേഷൻ ഓഫ് x1 എന്താ? അത് നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം, വേറെ വഴിയൊന്നുമില്ല. 1/n+1. ആൻഡ് ഓൾസോ എക്സ്പെക്ടേഷൻ ഓഫ് xn എന്താ? n/n+1. ഇത് രണ്ടും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് വെക്കണം. അപ്പൊ ചോദിക്കും ഇവിടെ യൂണിഫോം തീറ്റ 2 തീറ്റ അല്ലേ? അപ്പൊ യൂണിഫോം 0,1 പഠിച്ചു വെച്ചിട്ട് എന്താ കാര്യം? പറയാം, യൂണിഫോമിനകത്ത് എന്ത് വന്നാലും നമുക്ക് അതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്ത് യൂണിഫോം 0,1 ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ആക്കി മാറ്റിയാൽ പിന്നെ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ? അതെങ്ങനെയാ? അതായത് ഇവിടെ നമ്മുടെ എക്സ് ഫോളോ ചെയ്യുന്നത് യൂണിഫോം തീറ്റ 2 തീറ്റ ആണ്. ഞാൻ ഇതിനെ സ്റ്റാൻഡേർഡൈസ് ചെയ്യാണ്. എക്സ് മൈനസ് അതിന്റെ തീറ്റ, ഫസ്റ്റ് പാരാമീറ്റർ തീറ്റ കുറച്ചു. അപ്പൊ എന്തായി?
യൂണിഫോം 0 to theta. ശരിയല്ലേ? സോറി, യൂണിഫോം 0 അവിടെ നിന്ന് അത് അങ്ങനെ എഴുതി ശീലിക്കേണ്ട. അങ്ങനെ എഴുതി ശീലിച്ചാൽ നമുക്ക് തെറ്റും. അപ്പോ എങ്ങനെയാ നമ്മള് യൂണിഫോമിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാം? ആദ്യം ഫസ്റ്റ് കിടക്കുന്നത് കൊണ്ട് മൈനസ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 2 തീറ്റ മൈനസ് തീറ്റ, ദാറ്റ് ഇസ് അഗെയിൻ തീറ്റ. അപ്പൊ നമുക്ക് കിട്ടും യൂണിഫോം 0, 1. ശരിയല്ലേ? അപ്പൊ ആദ്യം ഈ തീറ്റ വെച്ച് മൈനസ് ചെയ്തു, പിന്നെ ബി മൈനസ് എ കൊണ്ട് ഡിവൈഡ് ചെയ്തു. അതായത് എക്സ് ഫോളോ ചെയ്യുന്നത് യൂണിഫോം എ ബി ആണെങ്കിൽ എക്സ് മൈനസ് എ ബൈ ബി മൈനസ് എ, ദാറ്റ് ഫോളോസ് യൂണിഫോം 0, 1. ഇത് ഓർത്തു വെച്ചോണം, പഠിച്ചു വെച്ചോണം. ഇനി ഞാൻ ഇതിനെ ഒരു y എന്ന് വിളിക്കുകയാണ്. y is equal to x minus theta by theta. അപ്പൊ എനിക്ക് ഇതിനകത്ത് നിന്ന് സുഖമായിട്ട് x കിട്ടില്ലേ? x is equal to theta y plus theta. ഓക്കെ, അപ്പോ ആദ്യം എനിക്കൊരു x ഉണ്ടായിരുന്നു, തീറ്റ ടു തീറ്റ. അത് ഫോളോ ചെയ്യുന്ന യൂണിഫോം തീറ്റ ടു തീറ്റ ആയിരുന്നു. അവിടെ ഞാൻ അതിനെ ഒന്ന് സ്റ്റാൻഡർഡൈസ് ചെയ്തു. കാരണം എനിക്ക് യൂണിഫോം 0, 1 മിനിമം മാക്സിമത്തിന്റെയും എക്സ്പെക്ടേഷൻ മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഞാൻ യൂണിഫോം 0, 1 കൺവേർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് എക്സ് മൈനസ് തീറ്റ ബൈ തീറ്റ ആണ് ഈ കേസിൽ യൂണിഫോം 0, 1 ഫോളോ ചെയ്യുന്നത്. അതായത് ഇപ്പൊ എന്റെ y യൂണിഫോം 0, 1 ആണ് ഫോളോ ചെയ്യുന്നത്. y യൂണിഫോം 0, 1 ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് y1 എന്താ? 1 by n plus 1. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് yn എന്താ? n by n plus 1. സിമ്പിൾ. അപ്പൊ y-യുടേത് എനിക്ക് കിട്ടി. കാരണം എന്റെ y ഇപ്പൊ യൂണിഫോം 0, 1 ആ. ആ y-യുടെ മിനിമത്തിന്റെ മാക്സിമത്തിന്റെ എക്സ്പെക്ടേഷൻ കിട്ടി 1 by n plus 1, n by n plus 1. പക്ഷെ എനിക്ക് വേണ്ടത് x ആ. അത് സിമ്പിൾ അല്ലേ? എക്സ്പെക്ടേഷൻ ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താ? തീറ്റ y1 പ്ലസ് തീറ്റ. അപ്പൊ എക്സ്പെക്ടേഷൻ ഓഫ് തീറ്റ y1 plus expectation of theta, that's equal to theta into expectation of y1, 1 by n plus 1 plus theta. അതേപോലെ expectation of xn എന്ത് കിട്ടും? expectation of theta yn plus theta. അതായത് ഇവിടെ x ന് 1 കൊടുക്കുമ്പോൾ ഇവിടെയും 1 കൊടുക്കുക, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ അഗൈൻ ഇവിടെ എന്ത് കിട്ടും? theta into expectation of yn, that is n by n plus 1 plus theta. അപ്പൊ expectation of x1 ഉം expectation of xn ഉം എനിക്ക് തീറ്റ കിട്ടിയില്ല. അതിന്റെ അർത്ഥം ഇതും unbiased അല്ല, ഇതും unbiased അല്ല. സിമ്പിൾ അല്ലേ? ഇനി മൂന്നാമത്തെ ആണോ നോക്കാം. അപ്പൊ expectation of 1 by 3 into x1 plus xn, 1 by 3 കോമൺ ആയിട്ട് എടുക്കാം. Then expectation of x1 plus expectation of xn. എക്സ്പെക്ടേഷൻ അകത്തോട്ട് കൊടുത്താല് അതല്ലേ ഇവിടെ കിടക്കുന്നത്. സോ തീറ്റ ഇൻറ്റു 1 by n plus 1 plus theta plus theta into n by n plus 1 plus theta. That's equal to 1 by 3 into theta plus theta, that is 2 theta plus ഇവിടെ ഒരു തീറ്റ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 1 by n plus 1 plus n by n plus 1. That's equal to 1 by 3 into 2 theta plus theta. കാരണം ഈ തീറ്റ അവിടെ കിടക്കട്ടെ, 1 by n plus 1 plus n by n plus 1. അതായത് n plus 1 by n plus 1. അപ്പൊ 1 ആയില്ലേ? So theta into 1, that is theta. So 3 theta by 3 theta. അപ്പൊ ഓപ്ഷൻ സി അല്ലേ കറക്റ്റ്? ഓപ്ഷൻ സിക്ക് എക്സ്പെക്ടേഷൻ എടുത്താൽ കറക്റ്റ് തീറ്റ കിട്ടും. അപ്പോ എക്സ് ഫോളോസ് യൂണിഫോം ഏത് വന്നാലും അയ്യോ ഇത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് ചിന്തിക്കരുത്. അപ്പൊ തന്നെ അതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ നോക്കുക. എന്നിട്ട് സ്റ്റാൻഡർഡൈസ് ചെയ്തിട്ട് ചെയ്യാം. ഇത് വീഡിയോ ഒന്ന് പഠിച്ചിട്ട്
പോസ് ചെയ്ത് വെച്ചിട്ട് തനിയെ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫൈനൽ ആൻസർ നോക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഇങ്ങനെ എപ്പോഴും തീറ്റ 2 തീറ്റ തന്നെ ചോദിക്കണം എന്നില്ല, മാറ്റി മാറ്റി വരാം. തീറ്റ +1, തീറ്റ -1, തീറ്റ +1 വരാം, തീറ്റ 3 തീറ്റ വരാം, തീറ്റ 1, തീറ്റ 2, അങ്ങനെ പല രീതിക്ക് വരാം. അത് നമ്മുടെ ഒരു ഇതിനനുസരിച്ച് സ്റ്റാൻഡർഡൈസ് ചെയ്തെടുത്ത് ചെയ്ത് നോക്കണം. സോ ഒരു ബേസിക് എളുപ്പവഴി ഇതാണ്. അല്ലെങ്കിൽ നമ്മൾ കുത്തിയിരുന്ന യൂണിഫോം തീറ്റ 2 തീറ്റയുടെ x1ന്റെ xന്റെ ഒക്കെ ഡിറൈവ് ചെയ്തെടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഓക്കെ. സോ ഇത്രയും നോക്കുക, മനസ്സിലായിട്ടുണ്ടോ നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഇനിയും ഉണ്ട് ബാലൻസ് ക്വസ്റ്റ്യൻസ്. അതിന്റെ നെക്സ്റ്റ് പാർട്ടുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.